ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാർജ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മാർട്ടിൻ ചേട്ടനും ഷാലറ്റും എഡ്വിനും ചക്കിയും കുഞ്ഞാറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാത്തിമ പാർക്കിലോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. കുറച്ച് നേരത്തെ ആയി പോയിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് നല്ല വെയിലുണ്ട്. പിന്നെ ഇവർക്ക് വെയിലൊന്നും പ്രശ്നമില്ലാത്തത് കൊണ്ട് അവർ വീടിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ശരി, ഞാനും ഷാലറ്റും കൂടിയിട്ട് അങ്ങനെ പാർക്കിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ പാർക്കിലോട്ട് ആൾക്കാരൊക്കെ എത്തി വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് വെയിലൊക്കെ ഉള്ള കാരണം എല്ലാവരും ഒരു 5:30 ആയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നു മാത്രം. അപ്പോൾ ഇവിടെ നോമ്പിന് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വന്ന് നോമ്പ് പാർട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് വിശാലമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ പാർക്കിലൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ വെള്ളത്തിൽ നമുക്ക് കളിക്കാൻ കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇനി രാത്രി ആയതുകൊണ്ടും തണുപ്പായതുകൊണ്ടും ഒക്കെയാണെന്ന് തോന്നുന്നു അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ചൂടായി തുടങ്ങി. അപ്പോൾ അവർ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഓടും. അപ്പോൾ നമ്മൾ കയ്യിൽ ഡ്രസ്സൊന്നും വേറെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അന്ന് ഏണസ്റ്റിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നിന്ന് തിരിയാൻ തന്നെ സ്ഥലമല്ലേ. പാരൻസൊക്കെ പുറത്തായിരുന്നു നിന്നിരുന്നു, ഉള്ളിലേക്ക് ആരും കയറ്റിയിരുന്നില്ല. കുട്ടികൾ മാത്രമായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ ഇവിടെ കളിക്കുക, അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് വേറെ കളി കളിക്കുക, ഇതായിരുന്നു പരിപാടി. ഇപ്പോൾ ഇന്നിപ്പോൾ ഡ്രസ്സൊന്നും എടുക്കാത്ത കാരണം കൊണ്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു ആരും വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവും, അപ്പോൾ അവിടെ കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം അവരെ അപ്പുറത്തെ സ്ഥലത്തോട്ടേക്ക്, വെള്ളമില്ലാത്ത സ്ഥലത്തോട്ടേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്തേട്ടാ. അപ്പോൾ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റ ഇങ്ങനെ വെള്ളം ഇപ്പം നിങ്ങളുടെ മേത്തിക്കാക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ കുറച്ച് പേര്, അധികം ആരും ഇല്ല, നമ്മളും വേറെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നോർമൽ ഏരിയയിലോട്ട് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് അത്യാവശ്യം കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരു സൈഡിൽ അങ്ങ് ഇരുന്നു എന്ന് മാത്രം. രണ്ടാണോ ഒരേ വെയിറ്റ് ആണോ? രണ്ടാണോ ഒരേ വെയിറ്റ്? Hey! അതെ, ആരെങ്കിലും ഒരാൾ ഇരിക്കും. സമാധാനത്തിൽ ആടിയ മതി. ഓ, ഗോപ്രോ എടുത്താൽ മതിയായിരുന്നു. ഞാൻ മെമ്മറി ഫുള്ളാവും അവർ കളിക്കണത് എടുത്ത് കിട്ടിയില്ലെങ്കിൽ. നിങ്ങൾ കളിച്ചാൽ മതി. ആ സെക്യൂരിറ്റിക്കാർ വന്നിട്ട് വഴക്ക് പറയും. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഒരു
എന്താ എഡ്വിൻ? തല തലത്തുടുത്തേ, തല കുത്തരുത്, തല കുത്തരുത് എഡ്വിൻ. തല പൊന്തിച്ച് പിടിച്ചോളാം. മണ്ണിലേക്ക് പോണ്ട എഡ്വിൻ, മണ്ണിലേക്ക് പോണ്ടാട്ടോ. തലക്ക് കുത്തരുത്. നീ എന്ത് സാഹസം കാണിക്കാൻ പോണേ? ആ അങ്ങനെ ചെയ്തോ. ഓക്കെ, വെരി ഗുഡ്. Free slide. ഞാൻ പറഞ്ഞ അത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. സ്ലൈഡിനുള്ളതായ ഇടച്ച് മണ്ടത്തരം കാണിക്കാൻ പോണ ഇടച്ച്. അതെ, ആ ഇരുന്ന് നരങ്ങാളത് അവിടെയാണ് കെടുന്ന് നരങ്ങാളത്. ഇതിന് നേരത്തെ നീ അവരൊപ്പം വലിച്ചപ്പോണ്ടായത് മനസ്സിലായില്ലേ? തന്നെ തന്നെ വേണ്ടാട്ടാ. കെട്ടിട്ട വാഴത്തണ്ട് പോലെ നമുക്ക് കിടക്കിടും. കളിക്കണ വീഡിയോ ഉണ്ട്.
Yay! I won. അങ്ങനെ കുറച്ച് നേരം അവർ റെസ്റ്റൊക്കെ എടുത്തിട്ടോ. നല്ലൊരു കളി കഴിഞ്ഞിട്ടാണ് അവർ ഇരുന്നുള്ള കളിക്ക് റെഡി ആയത്. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും അവർ കളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങി തുടങ്ങി. അപ്പോൾ കുറേശ്ശെ ആൾക്കാരൊക്കെ നമ്മുടെ പാർക്കിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരും ഇവിടെ കളി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ഇന്ന് വൈകിട്ട് ഷാർജയിലോട്ട് തിരിക്കുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങളൊരു 5:30, കാരണം 5:30 ആകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്ന നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് ബീച്ചിലോട്ട് പോവാനുണ്ട് കേട്ടോ. പക്ഷേ പ്ലാൻ വീണ്ടും മാറിയതുകൊണ്ട് അവർ ഷാർജയിലോട്ട് പോയില്ല. പക്ഷേ അത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പറക്കി ഞങ്ങളിതാ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ സ്കേറ്റിംഗ് ബോർഡ് ചെയ്യാനുള്ള ഒരു ഏരിയ. ഇവിടെ സ്കേറ്റിങ്ങും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കൂടുതലും സ്കേറ്റിംഗ് ബോർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു സെറ്റപ്പാണുള്ളത്. പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അപ്പോൾ അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.